ദൈവത്തിൻ്റെ മഹത്വം, ദൈവ മഹത്വം, ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഒത്തിരി പ്രസംഗിച്ച് കേട്ടുള്ളതായിരിക്കാം, ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാകും. പഴയ ആളുകളൊക്കെ സ്ഥിരം പറഞ്ഞുകൊണ്ടേയിരിക്കും ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പലപ്പോഴും ചർച്ചുകളിൽ സ്ഥിരം കേൾക്കുന്ന വാക്കാണ് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഈ ഗ്ലോറി 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 അല്ലെ മഹത്വം മഹത്വം മഹത്വം. ഈ മഹത്വം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു പോകാനുള്ളതോ ഒന്ന് പ്രസംഗിച്ച് തീർക്കാനുള്ളൊരു വിഷയമോ അല്ല. നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാൻ പറ്റും, നല്ല ഡെൻസ് തണുപ്പുള്ള സമയത്ത് ചൂടുവെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ചാൽ അല്പസമയം അത് ഇങ്ങനെ സ്ട്രക്കായി നിൽക്കും. ആ വെള്ളം ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ആ തണുപ്പ്, അത് ആ ഭയങ്കരമായ തണുപ്പ് ആ ചൂടുവെള്ളത്തെ ഐസാക്കി നിർത്തുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ദൈവമഹത്വത്തെ ഇന്ന് പരിശുദ്ധാത്മ ഒന്ന് ഫ്രീസ് ചെയ്ത് നമുക്കൊന്ന് കാട്ടിത്തരട്ടെ, നമുക്കൊന്ന് എൻകൗണ്ടർ ചെയ്യാൻ, പേഴ്സണലി ഒന്ന് ടച്ച് ചെയ്യാൻ ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ മധ്യ അത് നമ്മളെ ഇനേബിൾ ചെയ്യട്ടെ. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ മധ്യ ആയിരിക്കുന്ന ദൈവമഹത്വത്തെ കാണുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണും തുറക്കട്ടെ. കാലങ്ങളായി, പതിറ്റാണ്ടുകളായി വിശ്വാസ വീരന്മാരായ ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാർ വിശ്വാസത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു, രാജ്യങ്ങളെ പിടിച്ചടക്കി. ഒത്തിരി അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ വീരന്മാരായ ആളുകൾ ചെയ്ത ഒത്തിരി കാര്യങ്ങളെ എഴുതിയിട്ടുണ്ട്. എരിഹോ മതിലിടിച്ചു, കടലിനെ പിളർന്നു, ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ ഈ വിശ്വാസ വീരന്മാർ ആഗ്രഹിച്ചിട്ട് കാണാത്ത പലതും, അതിനേക്കാൾ മറ്റൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിങ്ങൾക്ക് ചോയ്സ്, നിങ്ങൾക്ക് രണ്ട് ചോയ്സ്, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ. കൺഫ്യൂഷനാണ്. കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ റോഡിൽ നിൽക്കുവാണ്, രണ്ട് സൈഡിലേക്കും റോഡുണ്ട്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ വഴി ഇതാകുന്നു, വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട്, ഇടത്തോട്ടാണെങ്കിൽ ഇടത്തോട്ട്, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലൈഫ്. വിശ്വാസത്തിൽ നടക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സംസാരിച്ച എഴുതപ്പെട്ട വചനത്തിൻ്റെ അതിലുള്ള വിശ്വാസത്താൽ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത അത്ഭുതത്തിലുള്ള വിശ്വാസം, ദൈവം കഴിഞ്ഞ നാളിൽ ചെയ്തത് ഇനിയും ചെയ്യും എന്നുള്ള വിശ്വാസം. വിശ്വാസത്തിൽ നടക്കുക എന്ന് വെച്ചാൽ ലോഗോസ്, എഴുതപ്പെട്ട വചനം അനുസരിച്ച് നടക്കുക. എൻ്റെ ദൈവം അത് ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യും, എൻ്റെ വിശ്വാസമാണ്. കഴിഞ്ഞ ആളുകൾ ചെയ്ത ദൈവം, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിക്കും എന്നുള്ള വിശ്വാസം. അതാണ് വിശ്വാസത്താലുള്ള നടപ്പ്. വാക്ക് ബൈ ഫെയ്ത്ത്. അത് കഴിഞ്ഞ് മറ്റൊരു കാലം, മറ്റൊരു തലം ദൈവം ഓപ്പൺ ചെയ്യുന്നു. വാക്ക് ബൈ പ്രസൻസ്. വാക്ക് ബൈ പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിൽ നടക്കുക. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതിന് മുൻപ് എഴുതിയ വാക്ക് വേണ്ട, എഴുതപ്പെട്ട ലോഗോസ് വചനത്തിൽ വേണമെന്നില്ല. വാക്കിംഗ് ബൈ റേമാ വേർഡ്. റേമാ വേർഡും ലോഗോസും വ്യത്യാസമുണ്ട്. ലോഗോസ് എഴുതപ്പെട്ട വചനം, റേമ ഈ സമയത്തിൽ, ഈ സെക്കൻഡിൽ ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നുവോ അതാണ് റേമാ വേർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ എങ്ങോട്ടാ പോവേണ്ട കർത്താവേ, അത് വലത്തോട്ട്. ഇപ്പോൾ എങ്ങോട്ടാ പോകണ്ടേ മോനെ, ഇത് ഇടത്തോട്ട് എന്നുള്ളൊരു ശബ്ദം നിന്റെ ചെവിയിൽ കേൾക്കും, നിന്റെ ഹൃദയത്തിൽ കേൾക്കാൻ പറ്റുന്നതാണ് റേമാ വേർഡ്. ഈ സെക്കൻഡിൽ ദൈവത്തിന് എന്നോടുള്ള വാക്കാണ് റേമ. അതനുസരിച്ച് മുന്നോട്ട് കാൽ വയ്ക്കുന്നതാണ് വാക്കിംഗ് ബൈ ഹിസ് പ്രസൻസ്. അവൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക. ഈ സാന്നിധ്യത്തിൽ നടക്കുമ്പോൾ അവിടെ നമ്മുടെ മുന്നോട്ടുള്ള സ്റ്റെപ്പ് അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം നമ്മുടെ ചിന്തയല്ല, ദൈവത്തിൻ്റെ വാക്കാണ്. നമ്മുടെ മനുഷ്യ ബുദ്ധിയിൽ ഇടത്തോട്ടാണായിരിക്കും എന്നെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ശബ്ദം വരുന്നു, റൈറ്റ്, വലത്തോട്ട്. നോക്കുമ്പോൾ ഒരു തരത്തിലും സാധ്യതയില്ല. മനുഷ്യ ബുദ്ധി വെച്ച് വലത്തോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ശബ്ദം കേൾക്കുന്നു, ദൈവശബ്ദം അപ്പോൾ പറയുന്നു വലത്തോട്ട്. പക്ഷേ
അത്ഭുതകരമായ കാര്യങ്ങൾ കൺമുന്നിൽ കാണും. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇതാ വരുന്നു റേമാ വേർഡ്, വലത്തോട്ട് ആഴത്തിലേക്ക് വലയെറിയുക. ഹല്ലേലൂയ. I tried. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്റേതായ എഫേർട്ട് എല്ലാം പരാജയം. പക്ഷേ റൈറ്റ് ടൈമിൽ, ആ സെക്കൻഡിൽ, അപ്പോൾ ദൈവശബ്ദം വരുന്നു, ആഴത്തിലേക്ക് വലയിറക്ക്, വലത്തോട്ട് വലയിറക്ക്. ബുദ്ധിയിൽ ആലോചിച്ചു, ഒരു തരത്തിലും സാധ്യതയില്ല, ഒരു തരത്തിലും കിട്ടാൻ ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ അവിടെ തന്നെ പല പ്രാവശ്യവും വലയെറിഞ്ഞതാ. പക്ഷെ റേമാ വേർഡ്, ദൈവം പറഞ്ഞു വലയിറക്കുക. നെക്സ്റ്റ് മൊമെന്റില് ആ റേമാ വേർഡിൽ നീ വലയിറക്കിയപ്പോ, നിന്റെ ആക്ഷൻ ആ റേമാ വേർഡിനനുസരിച്ചായപ്പോ, അതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് മിറക്കുലസ്ലി ഹാപ്പൻഡ്, അത്ഭുതകരമായി സംഭവിച്ചു. മിനിറ്റുകൾ കൊണ്ട് വലയിലേക്ക് മത്സ്യങ്ങൾ ഓടിക്കയറാൻ തുടങ്ങി. ഹല്ലേലൂയ. റേമാ വേർഡ് നമ്മുടെ എഫേർട്ടില്ല, ദൈവം അതിനെ നിവർത്തിക്കും. വാക്ക് തരുന്നവൻ നിവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. വല എറിഞ്ഞ ഞാൻ, ദൈവം അതിനകത്ത് മീനിനെ ഓടിച്ച് കയറ്റുകയാണ്. ദൈവം പ്രവർത്തിക്കുകയാണ്. ദൈവം അത്ഭുതകരമായി അവിടെ കാര്യങ്ങളെ സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ വാക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസം നടക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ അടുത്ത തലമാണ് അവൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക, അവൻ്റെ മഹിമയിൽ നടക്കുക. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അഭിഷേകത്തിൽ നടക്കുക, അഭിഷേകത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദൈവം നമുക്ക് അഭിഷേകം തരും. എന്താണ് അഭിഷേകം? നമ്മൾക്കൊണ്ട് സാധാരണ ബുദ്ധിയിൽ, സാധാരണ ശക്തിയിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ നിവർത്തിക്കുവാൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മെ കൊണ്ട് ചെയ്യുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ ചെയ്യുവാനായി സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ദൈവം തരുന്നതാണ് അനോയിന്റിങ്. മാനുഷികമായി എനിക്ക് രോഗിയെ സൗഖ്യമാക്കാൻ കഴിവില്ല, പക്ഷെ ദ അനോയിന്റിങ് വിൽ ഫ്ലോ. ആ അഭിഷേകമിലൂടെ വ്യാപരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവും. ഹല്ലേലൂയ. എന്നിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്നതാണ് അഭിഷേകം, അനോയിന്റിങ്. എന്നാൽ മഹത്വം എന്ന് പറയുന്നത് എന്നിലൂടെ ദൈവശക്തി വ്യാപരിക്കുകയല്ല, ദൈവം തന്നെ അത്ഭുതം ചെയ്യുന്നതാണ് മഹത്വത്തിന്റെ തലം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇവിടെ ആയിരങ്ങൾ ഇരിക്കുമ്പോൾ, പതിനായിരങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ പോയി തൊടുകയോ ഇവിടെയുള്ള ലീഡേഴ്സ് പോയി തൊടുകയല്ല. പകരം ദൈവം തൻ്റെ സോവറൈനിറ്റിയിൽ ദൈവം ഇറങ്ങി അത്ഭുതങ്ങളെ ചെയ്യും. അവൻ വർക്ക് ചെയ്യും, നമുക്ക് വർക്കില്ല. നമ്മൾ ജസ്റ്റ് വർഷിപ്പും ആൻഡ് റെസ്റ്റ്. മഹത്വത്തിൽ ആരാധനയും സ്വസ്ഥതയും റെസ്റ്റും മാത്രമേ ഉള്ളൂ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. അവൻ്റെ സാന്നിധ്യം ഇറങ്ങി അത്ഭുതങ്ങളെ ചെയ്യും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, അനോയിന്റിങ് തലത്തിൽ യേശു സൗഖ്യമാക്കുന്നവനാണെങ്കിൽ, മഹത്വത്തിൻ്റെ തലത്തിൽ യേശു സൃഷ്ടികർത്താവായി മാറും. ഹല്ലേലൂയ. അനോയിന്റിങ് കാര്യങ്ങളെ ശരിയാക്കുമെങ്കിൽ മഹത്വം കാര്യങ്ങളെ സൃഷ്ടിക്കും. ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ ബ്രോക്കൺ ആയിട്ട് തകർന്ന ബോൺസ്, എല്ലുകളെ ദൈവം അത്ഭുതകരമായി കൂട്ടിയോജിപ്പിച്ച് പുതിയ എല്ലാക്കി മാറ്റുന്നത്. നഷ്ടപ്പെട്ട് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞതിനെ അതിനകത്ത് പുതുതായി സൃഷ്ടിക്കുന്നത്, അത് മഹത്വത്തിൻ്റെ തലമാണ്. നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും ആ മഹത്വത്തിൻ്റെ തലത്തിലേക്കാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് അടുത്ത തലത്തിലേക്കാണ്, മഹത്വത്തിൻ്റെ തലത്തിലേക്കാണ്. ഈ മഹത്വത്തിൻ്റെ തലത്തിനകത്ത് സമയങ്ങൾക്ക്, കാലങ്ങൾക്ക് സ്ഥാനമില്ല. മഹത്വം കാലഘട്ടത്തിന് അതീതമാണ്, കാലങ്ങൾക്ക് അതീതമാണ്. ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് അവനിലേക്ക് വച്ചത്. ദൈവം തൻ്റെ ശ്വാസമൂതിയപ്പോൾ തൻ്റെതായ എല്ലാ ഇൻട്രിൻസിക്കായുള്ള ആട്രിബ്യൂട്ട്സിനെയും ആദമിലേക്ക് പകർന്നു. അതുകൊണ്ടാണ് ആദം ഈ ഭൂമിയിലെ സകലത്തിൻ്റെ മേലെയും ലോഡായിരുന്നു. എല്ലാത്തിനും മേലും അവൻ വാഴുവാൻ പറ്റുമായിരുന്നു. അവൻ്റെ മഹത്വം വ്യത്യാസമായിരുന്നു. അവൻ കാട്ടിലെ മൃഗങ്ങളെയും ഈ ഭൂമിയിലുള്ള സകലതിനെയും അവൻ ഭരിച്ചു. സകലതും അവൻ്റെ വാക്ക് കേട്ടു. അവനൊരു രാജാവിനെ പോലെ ഈ ഭൂമിയിൽ വാണു. ശരിയല്ലേ? ആ മഹത്വം അവനെ വാഴ്ച നടത്തുവാൻ സഹായിച്ചു. മഹത്വത്തെക്കുറിച്ച് ഡീറ്റെയിലായി ഡെപ്തിൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി, ഇതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രത്യേക വാക്കുകളുണ്ട്. ഹീബ്രു പദത്തിൽ ഈ ഗ്ലോറി എന്ന വാക്കിന് കബോദ് എന്ന വാക്കാണ്.
അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ ഡോക്സ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിനും അർത്ഥം ഒന്നേ ഉള്ളൂ: ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം ആരായിരിക്കുന്നോ ദൈവത്തിൻ്റെ ആ പൂർണ്ണത, ആ ശക്തി, ദൈവത്തിൻ്റെ ബ്യൂട്ടി, സ്പ്ലൻഡർ, സകലതും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ് മഹത്വം. യേശു ലാസറിൻ്റെ ഭവനത്തിൽ പോയിട്ട് സഹോദരിയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ദൈവത്തിൻ്റെ മഹത്വം, അതിൻ്റെ വാല്യൂ വളരെ വളരെ വലുതാണ്. ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കും. നമ്മുടെ മധ്യേ നമ്മൾ പറയുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ മധ്യേ വന്ന് ഞാൻ ഇവരുടെ ദൈവമെന്ന് തെളിയിക്കുന്നതാണ് മഹത്വത്തിൻ്റെ തലം. ജാതികൾ ആ മഹത്വത്തിലേക്കാണ് ഓടിക്കൂടുന്നത്. നമ്മുടെ പ്രസംഗത്തിൻ്റെ കഴിവല്ല, നമ്മുടെ മധ്യേ നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് തെളിയിക്കുന്നതാണ്. ബൈബിളുടനീളം നമുക്കത് കാണുവാനായി കഴിയും. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുന്നിൽ തന്നെ വെളിപ്പെടുത്തുന്ന, തന്നെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന ഒരു തലമുണ്ട്. അതാണ് മഹത്വം. ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ മാനിഫെസ്റ്റോയുള്ള പ്രസൻസ് ആണ് മഹത്വം. എത്ര ഡെഫിനിഷൻ വേണമെങ്കിലും പറയാം. ഉദാഹരണത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഭൗമമണ്ഡലത്തിൽ, ഈ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വായുവാണ്. കാരണം ഇവിടെ നിൽക്കുന്ന സകലതും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ വായുവിനെയാണ്. അതുപോലെ സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയറാണ് മഹത്വം. സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയറാണ് മഹത്വം. അതായത് മഹത്വം വെളിപ്പെടുന്നിടത്ത് സ്വർഗം വെളിപ്പെടും. ദൈവത്തിൻ്റെ സകലതും അതിനകത്ത് വെളിപ്പെടും. അതിനകത്ത് മാനുഷികമായ എഫേർട്ടുകൾക്കൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവത്തില്ല. മനുഷ്യൻ്റെ എഫേർട്ടുകളില്ലാതെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ക്രിയേറ്റീവ് മിറക്കിൾ നടക്കും. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ വിളിച്ചു പറയും, അയ്യോ എൻ്റെ നഷ്ടപ്പെട്ട കാല് മുളച്ച് വന്നേ, എൻ്റെ നഷ്ടപ്പെട്ട കിഡ്നി വന്നേ, എൻ്റെ തലയുടെ ഒരു ഭാഗത്ത് സർജറി ചെയ്ത പാടുണ്ടായിരുന്ന കാണുന്നില്ലേ. ഇത്തരത്തിലുള്ള ഗ്ലോറിയസ് ടെസ്റ്റിമണീസ് മഹത്വത്തിനകത്ത് കാണാൻ പറ്റും. ഇന്ന് യേശു തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ മഹത്വകരമായൊരു സഭയെക്കുറിച്ചാണ്. യേശു രണ്ടാമത് വരുന്നതും ഇത്തരം ഒരു മഹത്വകരമായ സഭയെ ചേർക്കുവാനാണ്. സാധാരണ ഒരു വിശ്വാസി പോലും മരിച്ചവനെ ഉയർപ്പിക്കുന്നത് നോർമൽ എന്ന് പറയും തലത്തിലേക്ക് ഈ ലോകം വന്നെത്തും. ഹല്ലേലൂയ. ഇന്ന് നീ എത്ര പേരെ ഉയർപ്പിച്ചു എന്നായിരിക്കും മിക്കവാറും അന്നത്തെ ആരാധനയ്ക്ക് വരുന്ന ആൾക്കാർ പരസ്പരം ചോദിക്കുന്നത്. അത്തരമൊരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടെത്തിക്കും സഭയെ. നിസാരമായ അത്ഭുതങ്ങളെല്ലാം നോർമലായിരിക്കും, സൂപ്പർ നാച്ചുറൽസ് നാച്ചുറലായിരിക്കും. അത്തരത്തിലൊരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ സഭയെ എത്തിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറയും. കുഴപ്പമില്ല, നമ്മുടെ മേലോ അവൻ്റെ തേജസ്, അവൻ്റെ മഹത്വം ഉദിച്ചിരിക്കുന്നു. ഈ തേജസ്സിലേക്കാണ് ജനം ഓടിക്കൂടുന്നത്. ഈ മഹത്വം കാണുവാനാണ് ജാതികൾ ഓടിക്കൂടുന്നത്. പ്രസംഗം കൊണ്ടല്ല എത്തുന്നത്. ഈ മഹത്വത്തിൻ്റെ തലം ഓപ്പൺ ആകുമ്പോൾ ജാതികൾ ആ ഉദയശോഭയിലേക്ക് ഓടിയെത്തും. പലരുടെയും ഫെയ്ത്ത് ലെവലൊക്കെ ഒരു മിനിമലാണ്. ദൈവം ഇത്രയൊക്കെ ചെയ്യും. ആ ദൈവത്തെ ആ ബോക്സിൽ നിന്ന് പുറത്തു വാ, അതിൻ്റെ ആ ലിമിറ്റേഷൻ നിന്ന് മാറ്റിക്കൊടുക്ക്. എൻ്റെ ദൈവം അന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നും കഥയല്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. അന്ന് അവർക്ക് വേണ്ടി ചെയ്ത ദൈവം ഇന്ന് നമ്മളിലൂടെ ചെയ്യുവാൻ, അതിനേക്കാൾ വലുത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആദമിനെ ഹൗവയ്ക്കും കൊടുത്ത തൻ്റെ മഹത്വത്തെയാണ് ഷെയർ ചെയ്തത്. ആദമിനെ ഹൗവയെയും ദൈവം തൻ്റെ മഹത്വത്തിലാണ് നിർത്തിയത്. അപ്പോൾ ആദം ഹൗവയും ജീവിച്ചിരുന്നത് തന്നെ ദൈവ സാന്നിധ്യത്തിനകത്താണ്, ദൈവത്തിൻ്റെ മഹത്വത്തിനകത്താണ് ആദം ഹൗവയും ജീവിച്ചിരുന്നത്. അവരുടെ ലൈഫ് സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഈ മഹത്വത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ മഹത്വത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു പുറത്ത് വന്നിട്ട് പോലും 930 വർഷം ആദം ജീവിച്ചിരുന്നു. ആദമിൻ്റെ തലമുറകൾ ഒത്തിരി കാലം നമുക്കറിയാം. ഇങ്ങോട്ട് നോക്കിയാൽ 800-900 വർഷം അവർ ജീവിച്ചിരുന്നു. ആ മഹത്വത്തിൽ നിന്ന് പോയിട്ട് പോലും അത്രമാത്രം എഫക്റ്റായിരുന്നു ആ അറ്റ്മോസ്ഫിയറിന് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുവാനായി കഴിഞ്ഞത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ആദം ഹൗവയും ദൈവം ആക്കി വെച്ചിരുന്നത്. അതാണ് അവരുടെ സോഴ്സ്, ലൈഫ് സോഴ്സ്. അവരുടെ ആ ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു അവരുടെ ജീവന്റെ കാരണമായിരുന്ന അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അടർത്തിയെടുത്താൽ ഇവഞ്ച്വലി നമ്മൾ മരിക്കും. ദൈവം ആദമിനോട് ഹവ്വയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കും.
കാര്യം എന്താണ്? നിങ്ങളെ ഞാൻ ആക്കി വച്ചിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതായിരുന്നു ഏദൻ. ആ ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക് ഏരിയ അല്ല, ദൈവ സാന്നിധ്യത്തിനകത്ത് ഉള്ള ഒരു തലമായിരുന്നു ഏദൻ തോട്ടം. അതിനകത്ത് മരണത്തിന് സ്ഥാനമില്ലായിരുന്നു. അതിനകത്ത് മരണത്തിന് കയറി വരാൻ പറ്റത്തില്ലായിരുന്നു. അവിടെയുള്ള മരിച്ച സാധനങ്ങൾ ഇട്ടാൽ പോലും അവിടെ ജീവിക്കുമായിരുന്നു. ദൈവം കൊടുത്ത അൺലിമിറ്റഡ് നോളജിന്, അളവില്ലാത്ത ജ്ഞാനത്തെ ആദം ട്രേഡ് ചെയ്തിട്ട് ലിമിറ്റഡ് നോളജിലേക്ക് പോയി. അതായത് തുച്ഛമായ അറിവിലേക്ക് പോയി. ദൈവം കൊടുത്ത അൺലിമിറ്റഡ് നോളജ് ആയിരുന്നു. ഭയങ്കരമായ തൻ്റെ ജ്ഞാനത്തെ, തൻ്റെ മഹത്വത്തെ മനുഷ്യനിലേക്ക് ദൈവം പകർന്നിരുന്നു. കാരണം ദൈവത്തിൻ്റെ ശ്വാസമാണ് മനുഷ്യനെ ജീവിപ്പിച്ചത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. തൻ്റെ മഹത്വത്തെ ദൈവം പങ്കുവച്ചു. അതുകൊണ്ടാണ് സങ്കീർത്തനം 8-ാം അധ്യായം പറയുന്നു, മനുഷ്യനെ അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവൻ അണിയിച്ചു, ക്രൗൺ ചെയ്തു. നമുക്കൊരു കിരീടം പോലെ തൻ്റെ തേജസ്സിനെ ദൈവം നമുക്ക് തന്നിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്സുള്ള മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യനെ കണ്ട മൃഗങ്ങളൊക്കെ ദൈവത്തെ കണ്ടു. ആദമിനെ കാണുന്ന സിംഹം കാണുന്നത് ആദമിനെ അല്ല, ദൈവത്തെയാണ്. കാരണം ദൈവത്തിൻ്റെ മഹത്വമാണ് ആദമിനെ ചുറ്റിയിരുന്നത്. ആദം സകലത്തിനു മേലും വാഴുന്നവനായിരുന്നു. ദൈവത്തിന് അതേ മഹത്വത്തിൽ ദൈവം നിർത്തിയിരുന്ന മനുഷ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണുപോയ മനുഷ്യന് തൻ്റെ വീണ അവസ്ഥയിൽ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ റെസ്റ്റോർ ചെയ്യപ്പെട്ട മനുഷ്യൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണം, എത്രമാത്രം അവൻ്റെ ബുദ്ധി, അവൻ്റെ വൈഭവം ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യൻ ഇന്ന് വീണുപോയ സകല സൃഷ്ടിയെയും അതിൻ്റെ വീടിന് മുൻപുള്ള സ്റ്റേജിലേക്ക് റിസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം കപ്പാസിറ്റി ഉള്ളവനാണ്. കാരണം ദൈവം നമ്മളെ റെഡീം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് സർവ്വ സൃഷ്ടിയും ഇന്ന് മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നത്, ഈ വെളിപ്പെടലിനായി കാത്തിരിക്കുന്നത്. കാരണം മനുഷ്യൻ ഓരോരുത്തരും തൻ്റെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് വന്നാൽ സകല സൃഷ്ടിയെയും അവൻ തിരിച്ച് റിസ്റ്റോർ ചെയ്യും. തൻ്റെ മഹത്വത്തിലുള്ള സൃഷ്ടി എന്ന് പറയുന്നത് ഇന്ന് വിത്ത് നട്ട് നാളെ മുളച്ച് വലുതായി അങ്ങനെയില്ല. മഹത്വത്തിൽ കാലങ്ങളില്ല, സമയങ്ങളില്ല. അത് ഇപ്പോൾ 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 എന്നാണ്. ഹല്ലേലൂയ. യേശു കാനായിലെ വീട്ടിൽ പോയിട്ട് പറഞ്ഞില്ല, അയ്യോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഒരു 10 മാസം വെയിറ്റ് ചെയ്യും, ഒരു 3 വർഷം വെയിറ്റ് ചെയ്യും, ഇപ്പോൾ അത് വീഞ്ഞാകുമെന്നല്ല. ഇപ്പോൾ ഇപ്പോൾ കോരി കൊടുക്കാം. ഹല്ലേലൂയ. മഹത്വത്തിന്റെ തലം ഓപ്പണായാൽ നാളെ എന്നൊരു കാലമില്ല, കാത്തിരിപ്പില്ല. ഇപ്പോൾ കൊടുക്കാം, ഇപ്പോൾ കോരി കൊടുക്കാം. കാര്യം നീ നിറച്ച നിമിഷം അടുത്ത സെക്കൻഡിൽ മഹത്വത്തിൽ അത് കാലങ്ങളെ അതിജീവിച്ച് വീഞ്ഞായി മാറി, പഴക്കമുള്ള വീഞ്ഞായി മാറി. കാരണം കാലം ഒരു പ്രശ്നമല്ല, സമയം ഒരു പ്രശ്നമല്ല. മഹത്വത്തിനകത്ത് അതിനപ്പുറമായി ദൈവത്തിൻ്റെ സമയം. ഈ ഭൂമിയിൽ നമ്മൾ 2 സമയം പറയും, കൈറോസ് എന്നും ക്രോണോസ് എന്നും പറയും. ദൈവത്തിൻ്റെ സമയമുണ്ട്, ഒന്ന് ഈ ഭൂമിയിലെ കാലങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത്, യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. മറിയോട് പറയുകയാണ്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നെക്സ്റ്റ് മൊമെൻറ്റിൽ യേശു അത്ഭുതം ചെയ്യുന്നത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുന്നിൽ സമയങ്ങളെ അവന് ഷിഫ്റ്റ് ചെയ്യാൻ, കാലങ്ങളെ മാറ്റാനും കഴിയും, പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദൈവത്തിൻ്റെ മുന്നിൽ സമയം ലിമിറ്റല്ല. ദൈവം സമയത്തിനാൽ ലിമിറ്റ് ചെയ്യപ്പെട്ടവനല്ല. അവൻ്റെ മുന്നിൽ സമയങ്ങൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല. ദൈവം സമയത്തിന് അതീതനാണ്. അപ്പോൾ ദൈവം മഹത്വത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സമയങ്ങൾക്ക് അതീതനാണ്. അവന് ഏജ് ആവത്തില്ല. കാലങ്ങൾ എന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും നിനക്ക് പ്രായമാകത്തില്ല. കാരണം ഒരു വർഷം കഴിയുമ്പോൾ നീ പറയും എൻ്റെ വയസ്സൊന്ന് കൂടി. കാര്യം ഒരു വർഷം കഴിഞ്ഞു. പക്ഷേ ദൈവ മഹത്വത്തിനകത്ത് വരുമ്പോൾ കാലങ്ങളില്ല. ഹല്ലേലൂയ. എത്ര പേര് വിചാരിക്കുന്നു യേശു 2000 വർഷം മുമ്പാണ് ഈ ഭൂമിയിൽ നിന്ന് പോയ 33 വയസ്സായിരുന്നു അല്ലേ? ശരിയല്ലേ? 33 വയസ്സ്. ഇപ്പോൾ 2023 അല്ലേ? ഇപ്പോൾ 2023 2055 വയസ്സായി കാണുമല്ലേ യേശുവിന്? ആണോ? യേശു ഇന്ന് 33 വയസ്സിലാണ്. കാര്യം ഹി ഈസ് ഇൻ ദ ഗ്ലോറിയസ് സ്റ്റേജ്. അവൻ ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ ഈ ഭൂമിയിൽ മഹത്വകരമായ ശരീരത്തോടെ എഴുന്നേറ്റ് വന്നോ അങ്ങനെ തന്നെ നിങ്ങൾ ഇന്ന് അവനെ കാണും. കാരണം അവൻ അങ്ങനെ ആയിരിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ തന്റെ ശക്തിയെ പുതുക്കി ചിറകടിച്ചുയരും.
ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. മന്ന അറിയോ? മന്ന ഭക്ഷണം, സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത ഭക്ഷണമാണ് മന്ന. ശരിയല്ലേ? മന്ന എത്ര ദിവസം വെച്ചിരിക്കാൻ പറ്റും? മാസങ്ങൾ സൂക്ഷിക്കാൻ പറ്റുമോ? ആഴ്ചകൾ സൂക്ഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ത് പറ്റും? സ്മെല്ലായി പോവും, ഇല്ലാതായി പോവും. കാര്യം അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഏജേ ഉള്ളൂ. കുറച്ച് സമയം മാത്രമേ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോവും, അതിന് വയസ്സായി പോവും. ശരിയല്ലേ? എന്നാൽ ഒരു കുറച്ച് മന്നായെ എടുത്ത് ദൈവ സാന്നിധ്യമുള്ള ഒരു പെട്ടിക്കകത്ത് വെച്ചു. ആർക്ക് ഓഫ് കവനന്റ്, നിയമ പെട്ടകം, അതിനകത്ത് കുറച്ച് മന്നായ വെച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ. മന്ന സാധാരണഗതിയിൽ എന്ത് ചെയ്യും? നശിച്ചു പോകുന്നതാണ്, അഴിഞ്ഞു പോകുന്നതാണ്, അഴുകിപ്പോകുന്നതാണ്. അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതേ മന്നായ എടുത്ത് എവിടെ വെച്ചു? ദൈവ സാന്നിധ്യത്തിലുള്ള ഒരു പെട്ടി, നിയമ പെട്ടകത്തിനകത്ത് വെച്ചു. കാലങ്ങൾ കഴിഞ്ഞു, മന്ന അതുപോലെ തന്നെ ഇരുന്നു. ഇന്നലെ വച്ചതുപോലെ ഇന്നും ഇരുന്നു, ഇന്നത്തെ പോലെ നാളെയും ഇരുന്നു. അതിന് വയസ്സായില്ല, അത് ഏജ് ആയില്ല, എക്സ്പയർ ആയില്ല, അങ്ങനെ തന്നെ ഇരുന്നു. എന്തുകൊണ്ട്? ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന ഒരു സാധനത്തിനും പ്രായമാകത്തില്ല. അതങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യം പറയാം. ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് മരിച്ച എന്തിനെങ്കിലും കൊണ്ട് വച്ചാൽ അതിന് ഓട്ടോമാറ്റിക്കലി ജീവൻ വരും. ഒരു മരത്തിന്റെ കൊമ്പ് എപ്പോഴാണ് അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നേ? മരത്തിൽ നിന്ന് വെട്ടി മാറ്റുന്ന നിമിഷം അതിന്റെ ജീവൻ പോകും. ശരിയല്ലേ? മരത്തിൽ നിന്ന് വെട്ടി മാറ്റുക മാത്രമല്ല, അതിന് പ്രത്യേകത പ്രോസസ്സ് ചെയ്ത് നല്ലൊരു വടിയാക്കി മാറ്റിയാൽ അതിൽ ജീവനേ ഉണ്ടാകത്തില്ല. അങ്ങനൊരു വടി പുരോഹിതന്റെ വടിയായിരുന്നു. ആ വടിയെ എടുത്തുകൊണ്ട് വെച്ച് ഈ പെട്ടകത്തിനകത്ത് വെച്ചു. പെട്ടകത്തിനകത്ത് ദൈവ സാന്നിധ്യം നോക്കി. ഈ പെട്ടകത്തിനടുത്തിരിക്കുമ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന ഈ വടി തീർത്തു, ജീവൻ വന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വരുമ്പോൾ മരിച്ച അവസ്ഥകൾ ഇല്ലാതെ ആവും. ഗ്ലോറിയുടെ തലത്തിനകത്ത് കയറുമ്പോൾ ക്യാൻസറുകൾ കരിയും, ക്യാൻസറുകൾ മാറും, എയ്ഡ്സ് മാറും. ഈ ലോകപരമായുള്ള എല്ലാ ഡാമേജുകളും, എല്ലാ മരണകരമായ അവസ്ഥകളും ഓട്ടോമാറ്റിക്കലി മാറും. കാരണം ദൈവ സാന്നിധ്യം വരുമ്പോൾ അവിടെ പലതും ക്രിയേറ്റ് ചെയ്യപ്പെടും, പലതും റിസ്റ്റോർ ചെയ്യപ്പെടും. ഇറ്റ്സ് ഓട്ടോമാറ്റിക്. ഹല്ലേലൂയ. അവിടെ മനുഷ്യന്റെ ഇടപെടലില്ല. ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ആ ചലിക്കുന്ന സാന്നിധ്യം അതിനെ മാറ്റും. മനുഷ്യൻ ദൈവമഹത്വം നഷ്ടപ്പെടുത്തി. റോമാലേഖനം പറയുന്നു, ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. മനുഷ്യൻ പാപം ചെയ്തു, ഷോർട്ട് ഓഫ് ഗ്ലോറി എന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി. എന്നാലോ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് ദൈവം അവസാനിപ്പിച്ചില്ല. കാലഘട്ടങ്ങളിൽ നമുക്കറിയാൻ പറ്റും, ദൈവം അബ്രഹാമിനോട് വെളിപ്പെടുത്തി. പക്ഷെ ദൈവമഹത്വം എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ പിന്നെ പഴയതുപോലെ ആയിരിക്കത്തില്ല. അവൻ്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും, ടോട്ടലി ഷിഫ്റ്റ് ആവും. അബ്രഹാമിനെ നോക്കി അറിയാം, അബ്രഹാമിൻ്റെ ലൈഫ് ടോട്ടലി മാറ്റി ദൈവം. അത് കഴിഞ്ഞ് ഇസ്രായേൽ മക്കളോട് ദൈവം ഭയങ്കരമായി ഇടപെട്ടു. പകലിൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിത്തൂണ്. ഭയങ്കരമായ കൊടുംചൂടിൽ ദൈവം AC പോലെ നിന്നു. ഭയങ്കരമായുള്ള തണുപ്പ് കൊടുത്ത് അവരെ കൂൾ ചെയ്ത് നിർത്തി. രാത്രിയിലോ കൊടും തണുപ്പ്, അപ്പോഴോ ദൈവം ചെറിയ ചൂടൊക്കെ കൊടുത്ത് ചെറിയൊരു ഹീറ്റിംഗ് മോഡിൽ ദൈവം ഇങ്ങനെ വെച്ചിരുന്നു. ഇതാണ് ദൈവസാന്നിധ്യത്തിനകത്തുള്ള ജീവിതം. ഈ ദൈവസാന്നിധ്യത്തിനകത്ത് ജീവിച്ച ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം അവരിൽ ഒരുവൻ പോലും ബലഹീനുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മഹത്വത്തിനകത്ത് ജീവിക്കുമ്പോൾ അവിടെ രോഗത്തിന് കടന്നു കയറാൻ പറ്റത്തില്ല, മരണത്തിന് കടന്നു കയറാൻ പറ്റത്തില്ല, ഇൻഫെക്ഷൻ വരാൻ പറ്റത്തില്ല, കൊറോണയ്ക്ക് വരാൻ പറ്റത്തില്ല. മഹത്വത്തിനകത്ത് ജീവൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ മഹത്വത്തിന് നടന്ന ആ വ്യക്തികളുടെ ഡ്രസ്സുകൾ പോലും പുതുതായിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 3 വയസ്സുള്ളപ്പോൾ ഇടുന്ന ഡ്രസ്സ് 10 വയസ്സാകുമ്പോൾ എനിക്ക് കറക്റ്റ് ആവത്തില്ല. പക്ഷേ 10 വയസ്സാകുമ്പോൾ ഈ ഡ്രസ്സും വളരും. 5-ാം വയസ്സിടുന്ന ചെരുപ്പ് 10-ാം വയസ്സിടാൻ പറ്റുമോ? ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി നടന്നു. ഇടയ്ക്കിടെ ചെരുപ്പ് മാറ്റിയെന്നല്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല, ചെരുപ്പ് വളർന്നുകൊണ്ടേയിരുന്നു. ചിന്തിക്കാൻ പറ്റാത്തൊരു തലമാണത്. മഹത്വത്തിനകത്തെന്ന് പറയുന്നത് ദൈവം കാര്യങ്ങളെ ചെയ്യും. നിന്റെ കാര്യങ്ങളെ ദൈവം ചെയ്യുന്നതാണ് മഹത്വത്തിൻ്റെ തലം. 40 വർഷം മരുഭൂമിയിൽ ചെരുപ്പ് കട ഇല്ല. ഉണ്ടോ? ഈജിപ്തിൽ നിട്ടുകൊണ്ടുവന്ന പഴയ ചെരുപ്പേ ഉള്ളൂ. ഇന്ന് എത്ര വർഷം നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കും?
40 വർഷം അവർ ചെരുപ്പ് ഉപയോഗിച്ചു. ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, അന്ന് കുഞ്ഞായിരുന്നവ ഇന്ന് 40 വയസ്സായി. ചെരുപ്പ് അത് മതിയോ? ചെരുപ്പ് വളരാൻ തുടങ്ങി. നിനക്കനുസരിതമായ രീതിയിൽ ചെരുപ്പ് വളരും. അതാണ് മഹത്വത്തിന് തലം. നിന്റെ ആവശ്യങ്ങൾ നീ പോലും അറിയാതെ സ്വർഗം മീറ്റ് ചെയ്യും. സ്വർഗം അന്നെന്നുള്ള പ്രൊവൈഡ് ചെയ്യും. രാവിലെ ഉറക്കണിഞ്ഞ അയ്യോ ഇന്ന് എവിടെ പോയി അധ്വാനിക്കും, കണ്ണു തുറന്ന് പുറത്തിറങ്ങുമ്പോൾ മന്ന ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇറച്ചി വേണോ? ഇതാ കാടപ്പക്ഷി വീട്ടിന്റെ വെളിയിൽ നിൽക്കുന്നു, കാത്തു നിൽക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്കിന് അത്ഭുതങ്ങൾ. നീ പുറത്തിറങ്ങുമ്പോൾ നിന്റെ കൂടെ AC ചലിക്കും, സെൻട്രലൈസ്ഡ് AC. എവിടെ പോകണം അവിടേക്ക് AC ഫോളോ ചെയ്യുന്നു. രാത്രി ഇതിന്റെ പുറകെ സ്വർഗത്തിലെ ദൈവം നിനക്ക് ഒന്നിനും കുറവില്ലാതെ അത്ഭുതകരമായി പ്രൊവൈഡ് ചെയ്തെങ്കിൽ, പഴയ നിയമത്തിലെ മാഞ്ഞു പോകുന്ന മങ്ങിപ്പോകുന്ന ഗ്ലോറി ഇത്രയും മഹത്വകരമായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിലെ വറ്റിപ്പോകാത്ത മാറ്റമില്ലാത്ത ഗ്ലോറി എത്ര മഹത്വകരമായിരിക്കും. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ കീഴിൽ മോശയുടെ മഹത്വം വന്ന ആ ഗ്ലോറി ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം അവൻ മറച്ചു പിടിച്ചു. കാരണം അത് മങ്ങിപ്പോകുന്ന മഹത്വമായിരുന്നു. തൻ്റെ മഹത്വം എന്ന മഹത്വം മങ്ങിപ്പോകുന്നത്, മാഞ്ഞു പോകുന്നത് ഇസ്രായേൽ മക്കൾ കാണാതിരിക്കുവാൻ മോശ മുഖം മൂടിയിട്ടു, മൂടുപട വിട്ടു. എന്തിനാണ്? അത് മാഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു, കുറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ വചനം പറയുന്നു, ഇനി വരുന്ന മഹത്വം അതിനേക്കാൾ മഹത്വമേറിയത്. ഗ്ലോറി ടു ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ പഴയ നിയമമെങ്കിൽ, അതായത് മോശയുടെ മഹത്വം മഹത്വം വന്നിട്ട് ഇത് കുറഞ്ഞു കുറഞ്ഞു പോയെങ്കിൽ, ഇന്ന് ഗ്ലോറി ടു ഗ്രേറ്റർ ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് ഭയങ്കരമായ മഹത്വത്തിലേക്ക്. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. യേശു വന്ന് 3 ദിവസം മരിച്ച് നാറ്റം വെച്ച് 3 ദിവസം കഴിഞ്ഞവനെ പൊക്കിയെങ്കിൽ, നീ വന്ന് 16 ദിവസം കഴിഞ്ഞവനെ പൊക്കണം. ഹല്ലേലൂയ. മഹത്വത്തിനകത്ത് ചിന്തിക്കാൻ പറ്റാത്തത് വലിയ കാര്യങ്ങളെ സ്വപ്നം കാണണം. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മഹത്വത്തിൽ ജീവിച്ചു. നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് പറയും, പ്രിയരെ, അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ പറയട്ടെ. മഹത്വം അന്ന് അവരുടെ പുറത്ത് ആ മേഘസ്തംഭമായി അഗ്നിത്തൂണായിരുന്ന അതേ മഹത്വം കൊലോസ്യരിൽ പറയുന്നു, അതേ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. പുറത്ത് തേടി പോണ്ട, പെട്ടകം ചുമക്കാൻ പോണ്ട. ഇന്ന് നിന്നെ ചുമക്കാൻ, നിനക്ക് ചുമക്കാൻ അത് നിന്റെ അകത്തേക്ക് ഒതുങ്ങി വന്നു. ആ മഹത്വമാണ് നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു. ഹല്ലേലൂയ. ഈ മഹത്വത്തിൽ ജീവിക്കുമ്പോൾ, പ്രിയരെ, ഈ മഹത്വം അകത്തിരിക്കുമ്പോൾ ഈ തിരിച്ചറിവുണ്ടായാൽ, അത് അറിവല്ല, അത് വെളിപ്പാടായി മാറിയാൽ, നിന്നെ തൊടുവാനോ നിന്നെ ചുരുക്കിയിരുത്താനോ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ. കണ്ടോ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സമുദ്രത്തിൽ വെള്ളമില്ലാത്തൊരു സ്ഥലമില്ല അല്ലേ? വെള്ളമാണ് സമുദ്രം എന്ന് പറയാം. ആദ്യം നിറഞ്ഞിരിക്കുവാണ്. അതുപോലെ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുന്നല്ല, മഹത്വത്തിന്റെ അറിവ് കൊണ്ട് നിറയും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ഓൾറെഡി നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ഇന്ന് മേപ്പുകുടയിലുള്ള ഈ ഹോളിനകത്ത് ദൈവമഹത്വം നിറഞ്ഞിരിക്കുന്നു. ഉറക്കെ പറ, നിറഞ്ഞിരിക്കുന്നു. കാര്യം എന്നാ? നമ്മളൊക്കെ അവന്റെ മഹത്വത്തെ ചുമക്കുന്നവരാണ്. നമ്മളൊക്കെ അവന്റെ മഹത്വത്തെ ചുമക്കുന്നവരാണ്. ഇന്ന് ഈ ഹോളിനകത്ത് മഹത്വം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ അടുത്ത ഹബക്കൂക്ക് പറയുകയാണ്, ഇനി ഒരു കാലം വരാൻ പോവാണ്, ഭൂമി മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയും. ഇന്ന് അറിയില്ല, മനുഷ്യന് അറിയില്ല. ഇവിടെ മഹത്വമുണ്ട്, പക്ഷെ മനുഷ്യനകത്ത് അറിവില്ല. ആ അറിവ് എന്ന വാക്ക്, നോളജ് എന്ന വാക്ക് ഉപയോഗിച്ച വാക്ക് യാദ. ഹീബ്രു വേർഡിൽ യാദ എന്ന വാക്കാണ് അറിവ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത്. യാദ എന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് യാദ. എന്നറിയാവോ? ആദാം ഹൗവയെ അറിഞ്ഞു. ആ അറിയുക എന്ന വാക്ക് ഒരു സെക്ഷുവൽ ഇൻറ്റിമസി, ഏറ്റവും അടുത്തറിയുക എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള കേട്ടറിവല്ല, അത് ലൈഫിലെ എക്സ്പീരിയൻസ് നോളജായി ദൈവം പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി നൽകിയാൽ
ആ വെളിപ്പാട് നിന്റെ ഉള്ളിൽ കിട്ടിയാൽ നിനക്ക് ആ മഹത്വം എൻകൗണ്ടർ ചെയ്യാനായി കഴിയും, മഹത്വം കാണുവാനായി കഴിയും. അങ്ങനെ ഒരു തലമുറ ഈ ഭൂമി നടക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സാധാരണമായി മാറും. ഹല്ലേലൂയ. അതാണ് യെശയ്യാപ്രവചനം 60-2 പറയുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. മെയ്ഡ് വിസിബിൾ എന്നാണ്. എന്ന് വെച്ചാൽ നിന്റെ മേൽ ഉണ്ട്, അത് വെളിപ്പെടും, പ്രത്യക്ഷമാകും. എന്ന് വെച്ചാൽ വരാൻ പോകുന്നതല്ല, ഓൾറെഡി ഉള്ള മഹത്വം, ഗ്ലോറി, അത് മെയ്ഡ് വിസിബിൾ ആകും. പ്രത്യക്ഷപ്പെടുക എന്ന് വെച്ചാൽ ഉള്ളത് മറഞ്ഞിരിക്കുന്നു, അതെന്ത് ചെയ്യും? മറനീക്കി പുറത്തു വരും. എൻ്റെ മേലുള്ള ദൈവ മഹത്വം വെളിപ്പെടട്ടെ, അത് കാണുന്ന തരത്തിൽ വരട്ടെ, ജനം കാണട്ടെ. അന്ധകാരത്തിരിക്കുന്ന ഒരു തലമുറ, ഒരു ദേശം, ഒരു ജനം ആ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ പ്രകാശത്തെ കാണട്ടെ, നമ്മുടെ മേലുള്ള ആ ദൈവ മഹത്വത്തെ അവർ കാണട്ടെ. അടുത്ത വചനം പറയുന്നുണ്ട്, അത് കാണുമ്പോൾ ജാതികൾ നിന്റെ ഈ പ്രകാശത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ദൈവ മഹത്വം ഒരു വ്യക്തിയുടെ മേൽ ഉദിച്ചാൽ, വെളിപ്പെട്ടാൽ, പിന്നെ ആർക്കും ഒതുക്കി വയ്ക്കാൻ പറ്റത്തില്ല. ഒരു സഭയ്ക്കകത്ത്, ഒരു കൂട്ടത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടാൻ തുടങ്ങിയാൽ രാത്രി മാറി പകലാകുന്നതിന് മുമ്പേ പട്ടണങ്ങളെ കീഴ്മറിക്കും. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് 2024 ആ മഹത്വത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അതിനകത്തുണ്ട് സകലതും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങൾ. എല്ലാം ഈ മഹത്വത്തിൽ നിന്നാണ് ഫ്ലോ ചെയ്യുന്നത്. വരും ദിവസങ്ങൾ പരിശുദ്ധം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കും എങ്ങനെ ഈ മഹത്വത്തിൽ നമ്മൾ നടക്കുവാനായി കഴിയുമെന്ന്. ഇങ്ങനൊന്ന് കണ്ടേ, നിങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ദൈവസാന്നിധ്യം നടക്കുന്നു. വാവ്. ഇസ്രായേൽ മക്കളുടെ തീർന്നില്ല, ദൈവം വെളിപ്പെടുത്തിയത് ഒത്തിരി പേരിൽ വെളിപ്പെടുത്തി. അവസാനം അന്ത്യകാലത്ത് തൻ്റെ പുത്രനിലൂടെ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ദ എക്സ്പ്രസ്ഡ് ഇമേജ് ഓഫ് ദ ഫാദർ, ആ പിതാവിൻ്റെ വെളിപ്പെട്ട മനുഷ്യനായ പുത്രനായ യേശു ആ മഹത്വം വെളിപ്പെടുത്തി. പോയിടത്തൊക്കെയും അത്ഭുതം, വരുന്നിടത്ത് അത്ഭുതം, എവിടെ പോയാലും അത്ഭുതം, തൊട്ടാൽ അത്ഭുതം, തൊട്ടില്ലെങ്കിൽ അത്ഭുതം, ഒരു വാക്കിന് അത്ഭുതം, എവിടെയും അത്ഭുതം. ഹല്ലേലൂയ. അവൻ നിൽക്കുന്ന സ്ഥലത്ത് ഏലിയാവും മോശെ ഇറങ്ങി നിൽക്കുന്നു. അതാണ് മഹത്വത്തിന്റെ തലം. നീ രാത്രി ഭവനത്തിനകത്ത് പോയി റൂമിനകത്ത് തുറന്നു കയറുമ്പോൾ അബ്രഹാം, ദാവീദ് ഇവരൊക്കെ ഒന്ന് അടുത്ത് നിന്ന് കൗൺസിൽ ചെയ്യുന്നു, നിന്നെ പഠിപ്പിക്കുന്നു, കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കുന്നു, നീയുമായി ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ റെലം ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ തലത്തിന് അതുണ്ട്. അത് അത്ഭുതകരമായ കാര്യമല്ല, അതാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യം. യേശു അത് കാട്ടിത്തന്നു. യേശു മലയുടെ മുകളിൽ കയറി തൻ്റെ ശരീരം തിളങ്ങാൻ തുടങ്ങി. ലിറ്ററലി അവൻ്റെ വസ്ത്രം തിളങ്ങാൻ തുടങ്ങി. ഓ ഖാബാറ്റ. അകത്തുള്ള മഹത്വം പുറത്തുള്ള വസ്ത്രത്തെ പോലും തിളങ്ങുന്നാക്കി മാറ്റി. ഒരു വർഷം മുമ്പ് എന്നോട് ദൈവം പറഞ്ഞു, മോനെ, എൻ്റെ മഹത്വമായിരിക്കും നിന്റെ ഗ്ലാമർ, എൻ്റെ മഹത്വമായിരിക്കും നിന്റെ മുഖത്തിൻ്റെ പ്രകാശം. നമ്മൾ ഓരോരുത്തരുടെയും ചിരിയും വാക്കുകളും അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാവട്ടെ. നിന്നെ കാണുന്ന വ്യക്തികൾ ആ മഹത്വം എൻകൗണ്ടർ ചെയ്യട്ടെ. ദൈവ മഹത്വം നടക്കാൻ പറ്റട്ടെ. നിന്റെ ജീവിതമേ ദൈവ മഹത്വം വെളിപ്പെടുന്ന. യേശു അങ്ങനെ ആയിരുന്നില്ലേ? അവൻ പോയിടത്തൊക്കെ അത്ഭുതമായിരുന്നു. യേശു ആ മഹത്വം വെളിപ്പെടുത്തി. എബ്രായ ലേഖനത്തിൽ മനോഹരമായൊരു വാക്യം, എബ്രായ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 10. അവിടെ ആ വാക്യം ഫുൾ ഞാൻ എടുക്കുന്നില്ല. അവിടെ എഴുതുകയാണ്, യേശു ക്രിസ്തു അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാനായി വന്നു. താൻ മാത്രം മഹത്വത്തിൽ നടന്നാ പോരാ, അനേകം പുത്രന്മാരെ, അനേകം മക്കളെ തന്നെ പോലെ മഹത്വത്തിൽ നടത്തുമാറാക്കുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-23 മൈ ഫേവറേറ്റ് വേഴ്സ് ആണ്. യേശു പറയുകയാണ്, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർ കൊടുത്തിരിക്കുന്നു. യേശു പറയാണ്, പിതാവേ, നീ എനിക്ക് തന്ന അതേ മഹത്വം ഒട്ടും കുറയ്ക്കാതെ ഞാൻ നമുക്ക് കൊടുത്തിരിക്കുവാണ്. എന്തിനു വേണ്ടി? ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മൾ ഒന്നാകേണ്ടതിന്, നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ ആ മഹത്വം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. യേശു വന്നതിൻ്റെ, ഈ ഭൂമി വന്നതിൻ്റെ ഒത്തിരി ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മേജർ ഫൈനൽ
ഉദ്ദേശമാണ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് നഷ്ടപ്പെട്ട മഹത്വം തിരികെ കൊടുത്തിട്ട് രാജാതിരാജാവിനെ പോലെ വാഴുവാൻ അവനെ രാജാക്കന്മാരാക്കി, പുരോഹിതന്മാരാക്കി ഈ ഭൂമിയിൽ വാഴിക്കുവാൻ അവൻ തന്നെ മഹത്വം ഇമ്പാർട്ട് ചെയ്തു. ഇനി മഹത്വം തേടി നടക്കുന്ന ജനമല്ല, നഷ്ടപ്പെട്ട മഹത്വം എവിടെ ഉണ്ടെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് മഹത്വത്തിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്, അറിവാണ്. ഭൂമി മുഴുവൻ ആ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയുന്ന കാലഘട്ടം. ഈ മനോഹരമായ കാലഘട്ടത്തെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, ആമോസ് പ്രവചിച്ചു, ഹബക്കൂക്ക് പ്രവചിച്ചു. അവർ കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് പ്രവചിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർ കാണാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആ യെശയ്യാവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും, ഏലിയാവിനെ കുറിച്ചൊക്കെ പറയും. അതിനേക്കാൾ എത്രയോ മഹത്വരമായ ഒരു കാലഘട്ടത്തിലാണ് സ്വർഗം നമ്മളെ ആക്കിയിരിക്കണമെന്ന് അറിയാമോ? We are so privileged to live in this generation. ഈ തലമുറയിൽ ജീവിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആദം ഹവ്വയും വീണപ്പോഴാണ് അവിടെ സീസൺസ് ഉണ്ടായത്, കാലമുണ്ടായത്. എന്ന് വെച്ചാൽ വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, വിതച്ച് കാത്തിരുന്ന് കൊയ്യുന്നൊരു കാലം. എന്നാൽ ആമോസ് പ്രവചിച്ചു പറയുകയാണ്, ഒരു കാലം വരാൻ പോകുന്നു. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, ഒരു കാലം വരാൻ പോകുന്നു. എങ്ങനെയാണെന്നറിയാമോ കാലം? ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും ഓവർടേക്ക് ചെയ്യുന്നൊരു കാലം വരാൻ പോകുന്നു. എന്ന് വെച്ചാൽ വിതയ്ക്കുന്നതിന് മുമ്പേ കൊയ്ത്ത്. ഹല്ലേലൂയ! വിതയ്ക്കുന്നതിന് മുമ്പേ ആദ്യം കൊയ്ത്ത്, പിന്നെ വിത. മനസ്സിലാവുന്നില്ല? എന്ന് വെച്ചാൽ ആദ്യം വിത്തിട്ട് മുളച്ചല്ല മരം ഉണ്ടാകും, ആദ്യം മരം പിന്നെ വിത്ത്. എന്ന് വെച്ചാൽ കാലങ്ങൾ തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. നീ വിതയ്ക്കുന്നതിന് മുമ്പ് നീ കൊയ്യാൻ തുടങ്ങും. അത്തരത്തിലൊരു കാലം വരാൻ പോകുന്നു. സ്വർഗ്ഗത്തെ ദൈവം അരുളി ചെയ്യുന്നു. ഈ കാലഘട്ടം, ആ കാലഘട്ടമാണ് മഹത്വത്തിലുള്ള കാലഘട്ടം. ആമോസ് 9:13 വീട്ടിൽ പോയി വായിക്കുക. ഓവർടേക്ക് ചെയ്യും. അവിടെ വാക്ക് ഉപയോഗിച്ച വാക്കാണ് ഓവർടേക്ക്. ഉറക്കെ പറഞ്ഞ ഓവർടേക്ക്, ഉറക്കെ പറ ഓവർടേക്ക്. വിതച്ച് നോക്കിയിരുന്ന് കൊയ്യുന്ന കാലഘട്ടമല്ല, കൊയ്ത്താദ്യം. അത്തരത്തിൽ ഗ്ലോറി തലം അത്തരത്തിൽ ഫാസ്റ്റാണ്. ഷാലമാറ്റ് ചിന്തിക്കുന്നതിന് അതീതമാണ്, ചിന്തിക്കുന്നതിന് അതീതമാണ്. അത്ഭുതകരമായ കാര്യമാണ്. നാളെ എങ്ങനെയെന്നൊരു ചോദ്യം നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ മുന്നിൽ ഉത്തരം റെഡിയായിരിക്കും. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇസ്രായേൽ മക്കളുടെ ദൈവം നിഴലായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വിധം ഒരാവശ്യം അവർക്കുണ്ടായിരുന്നില്ല. സകലതും സ്വർഗം പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ ഒരാവശ്യം ഉണ്ടായി കൊടുക്കുന്നതിനപ്പുറം അതിന് മുന്നേ സ്വർഗം പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു കാലഘട്ടത്തെയാണ് ആമോസ് പ്രവചിച്ചത്. ഇന്ന് ആ മഹത്വത്തിൻ്റെ കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. ഈ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടായാൽ, ഈ എക്സ്പീരിയൻഷ്യൽ നോളജ് നമ്മളുണ്ടായാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യും.